സുഹൃത്തുക്കളായ മൈഗമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മൾ ജോലിക്ക് അപ്ലൈ ആണെങ്കിൽ ഒന്നുകിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കും, ഇല്ലേ? പക്ഷെ ഇതൊന്നും അല്ലാതെ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷൻ സ്പോർട്സിനോടുള്ള പാഷനാണ് എന്ന് പറഞ്ഞ് ഒരു ജോലി നിങ്ങൾക്ക് വെച്ച് നിർത്തിയാൽ സ്പോർട്സിന് താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യൂലേ? അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്. നമ്മളെ സ്കാമിലോ സ്പോർട്സിന്റെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി, ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം ഇവർ പറയുന്നത്, ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് സ്പോർട്സിനോടുള്ള പാഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ 8ാം ക്ലാസ് ആവട്ടെ, 10 ആവട്ടെ, +2 ആവട്ടെ, ഡിഗ്രി ആവട്ടെ, അല്ലെങ്കിൽ PG ആവട്ടെ, ക്വാളിഫിക്കേഷൻ ഉള്ള ആളോ ഇല്ലാത്ത ആളാവട്ടെ, നിങ്ങൾക്ക് സ്പോർട്സിനോട് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഒരു സ്പോർട്സ്മാനില് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഷോപ്പിൽ ഇരുന്ന് സാധനങ്ങൾ വിൽക്കാൻ എന്തിനാണ് സ്പോർട്സിന്റെ പാഷൻ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടോ ഇവരെ ഓണർമാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇവരെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഏണിങ്സ് കണ്ടെത്താൻ, ആ പാഷനിലൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഏണിങ്സ് കണ്ടെത്താനുള്ള പല പ്രോജക്റ്റുകളും ഇവരുടെ കയ്യിലുണ്ട്. അതായത് നിങ്ങളൊരു സ്വിമ്മിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ്ങിലൂടെ ഒരു എക്സ്ട്രാ ഏണിംഗ് ഉണ്ടാക്കാം. യാത്ര ചെയ്യാനോ ട്രക്ക് ചെയ്യാനോ പുതിയുള്ള ആളാണെങ്കിൽ അത് ആ ഒരു ആഗ്രഹത്തോടൊപ്പം നിങ്ങൾക്ക് അത് ഏണിങ്സ് ആക്കി മാറ്റണം. ഇനി ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഏണിങ്സ് കൂടി ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പുള്ള പലതരം പ്രൊജക്ടുകളുള്ള ഒരു സ്പോർട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്പോർട്സ് മാഡൽ എന്നൊക്കെ പറയാം സ്കാമ്പികളെ പറ്റിയിട്ട്. ഓക്കെ, ബ്ലൂ പ്രിന്റ്സ്, അതുപോലെ തന്നെ റിസർച്ചുകൾ, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അവരുടെ സ്പെഷ്യൽ ഏരിയകൾ മനസ്സിലാക്കാനുള്ള റിസർച്ചുകൾ, ഇങ്ങനെ പല പല പ്രോജക്റ്റുകൾ. ഈ പ്രോജക്റ്റുകളെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ഇവരെ ഓണർമാരെ കൊണ്ട് നിർത്തി തന്നെ നമുക്ക് എന്തായാലും ഇത് പറയാം. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇവരിപ്പോ നമ്മളെ വയനാട്ടില് ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിലേക്ക് ഒരുപാട് പോസ്റ്റുകളിലേക്ക് മാനേജർ, അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, കാഷ്യർ, സെയിൽസ്മാൻ, ഇങ്ങനെ പല പോസ്റ്റുകളിലേക്കും അവർ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സ്പോർട്സുമായിട്ട് പാഷനേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് അപ്ലൈ ചെയ്തോളൂ. സമയം കളയണ്ട. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ചയാണ്. 27 ജനുവരി 27 ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവസാനിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ പാഷൻ ഉപയോഗിച്ച് ഒരു ജോലിക്കാരനാവണമെന്നുള്ള, അല്ലെങ്കിൽ ആ പാഷൻ തന്നെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ ചാൻസ് ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ CV ഒക്കെ അയച്ചു കൊടുക്കാനുള്ള മെയിൽ ID അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തരാണ്. എന്തായാലും ഈ ചാൻസ് യൂസ് ചെയ്യാം. വിശദമായിട്ടുള്ള വിവരങ്ങൾ, എന്തൊക്കെയാണ് ഇവരുടെ പ്രോജക്റ്റുകൾ, ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, സമൂഹത്തിന് എന്തൊക്കെയാണ് ഇത് ഉപകാരം വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നില്ല. അതൊക്കെ നമുക്ക് വിശദമായ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണർമാരെ കൂടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും ഞാൻ എന്റെ നാട്ടിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ആളുകളെ ഹെൽത്ത് കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏകദേശം അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതന്നെ ഈ സമൂഹത്തിന് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാം. ഓക്കെ, പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.